സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അനുവദിച്ചു നൽകിയ ഒരു മൗലികാവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി രണ്ടു സ്ത്രീകൾ ശബരിമലയിൽ പോലീസ് സംരക്ഷണത്തോടു കൂടി തന്നെ ദർശനം നടത്തിയതിൻ്റെ പേരിൽ ഇന്നലെ ഉച്ച മുതൽ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു സംഘപരിവാറുകാർ. ആ കലാപ ആഹ്വാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇന്നും. കാരണം കേരളത്തിന് ഇനിയൊരു ഹർത്താൽ താങ്ങാനാകില്ല എന്നും ഹർത്താൽ വന്നാൽ ആ ഹർത്താലിനെതിരായി ഒന്നിച്ച് ജനരോഷം ഉണ്ടാകുമെന്നും കഴിഞ്ഞ ഹർത്താൽ വേളയിൽ തന്നെ ഒരുപാട് സംഘടനകളും ജനങ്ങളുമൊക്കെ തീരുമാനമെടുത്തിരുന്നതാണ്. അത്തരത്തിൽ ഈ ഹർത്താലിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിൽ കൂടി സജീവമായി പുറത്തു വരികയും ചെയ്തു. അങ്ങനെ വന്നതുകൊണ്ടാണ് ആളുകളെ പേടിപ്പിച്ച് വീട്ടിലിരുത്തുക എന്നുള്ള തന്ത്രം BJP പയറ്റിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് വെളുക്കുവോളം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിട്ടാണ് അക്രമ സംഭവങ്ങൾ നടന്നത്. ഹർത്താലിൽ തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ വേറെ പറയാം. അപ്പോൾ ഈ ഹർത്താലിന് മുന്നോടിയായി തന്നെ കേരളത്തെ പേടിപ്പിക്കുക, ജനങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി അവരെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള തന്ത്രമാണ് സംഘപരിവാറുകാർ പയറ്റിയത്. ഒരു കാരണവുമില്ലാതെയാണ് അക്രമങ്ങൾ അയച്ചുവിട്ടത്, ഒരു പ്രകോപനവുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? സുപ്രീം കോടതിയുടെ സ്ത്രീ പ്രവേശന വിധിയുടെ ഭാഗമായി രണ്ട് യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തി. നിങ്ങൾ നേരത്തെ നടത്തിയിരുന്നല്ലോ സുപ്രീം കോടതി വിധി വന്നപ്പോൾ പ്രതിഷേധം, നാമജപ പ്രതിഷേധം എന്നുള്ള പേരിൽ. ആ നാമജപ പ്രതിഷേധം അക്രമ പ്രതിഷേധമായി മാറിയത് എന്തുകൊണ്ടാണ്? ആളുകളെ പേടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കടകൾ തുറക്കാൻ വ്യാപാരി വ്യവസായികളുടെ സംഘടന ആഹ്വാനം ചെയ്തപ്പോൾ, അവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്, ആഹ്വാനം ചെയ്തപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി വ്യാപകമായി എന്ത് പ്രചരണമാണ് വന്നത്? ഇനി തുറന്നു വയ്ക്കുന്ന കടകളിൽ നിന്ന് അയ്യപ്പ ഭക്തർ സാധനങ്ങൾ വാങ്ങില്ല, ഞങ്ങളെല്ലാം ഓൺലൈനിൽ സാധനം വാങ്ങാൻ പോവുകയാണ് എന്നുള്ള പ്രചരണം അഴിച്ചുവിട്ടു. രണ്ട്, ഇന്ന് കട തുറക്കുന്നവർക്ക് നാളെ കട തുറക്കാൻ പറ്റില്ല, അത് വേണമോ ഇത് വേണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. പച്ചയായ ഭീഷണിയാണ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സർവീസ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അവരോടും പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് ഹർത്താൽ കഴിഞ്ഞുള്ള ദിനത്തിൽ ഓട്ടോറിക്ഷ ഓടണമോ അതോ അന്ന് ഒരു ദിവസം മാത്രം ഓട്ടോറിക്ഷ ഓടിയാൽ മതിയോ എന്നുള്ളതാണ്. പേടിച്ചു പോകില്ലേ? ഈ നാടൊട്ടുക്ക് നടന്ന അക്രമ സംഭവങ്ങൾ കണ്ടുപോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ പേടിച്ചു പോകും. പോലീസ് സംരക്ഷണം നൽകാം എന്നൊന്നും പറഞ്ഞാലൊന്നും കട തുറക്കാൻ താല്പര്യമുള്ളവർ പോലും വന്ന് തുറക്കില്ല. കാരണം ഈ ഒളിപ്പോരാളികളാണല്ലോ അധികവും. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലാണ് അക്രമം ഉണ്ടാവുക എന്ന് പറയാനേ സാധിക്കില്ല. ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പ്രകോപനവുമില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ എടുക്കുക, അതിനെ കത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായി ഈ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ നിരന്തരമായി തങ്ങൾക്ക് നേരെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ആരായാലും തിരിച്ചാക്രമിച്ചു പോകും. BJP ലക്ഷ്യമിട്ടത് അവർ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബലിദാനികളെ വേണം. ഒരു ബലിദാനിയെ കൂടി കിട്ടിയിരിക്കുന്നു, ചന്ദ്രൻ ഉണ്ണിത്താൻ. സ്വാഭാവികമായി പന്തളത്ത് നടന്ന ആ അക്രമ സംഭവങ്ങളുടെ ഭാഗമായി ഉണ്ടായ കല്ലേറ്, ഏറ്റുമുട്ടൽ, അതിൻ്റെയൊക്കെ തുടർച്ചയായി ഒരു ബലിദാനിയെ കിട്ടിയിരിക്കുന്നു. BJP ലക്ഷ്യമിടുന്നത് ഇതാണ്, പരമാവധി പ്രകോപനം ഉണ്ടാക്കുക, അക്രമങ്ങൾ അഴിച്ചുവിടുക, കേരളം കലാപഭൂമിയാണ് എന്ന് തെളിയിക്കുക. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഹർത്താലിൻ്റെ ആഹ്വാനം ചെയ്തത്. അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ 8 ഹർത്താലുകൾ എന്നൊക്കെ പറയുന്നത് കേരള ജനതയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? ശരിക്കും ഈ ഹർത്താൽ തുടങ്ങിയിട്ട് എന്താ സംഭവിച്ചത്? ഹർത്താൽ തുടങ്ങിയിട്ടും സംസ്ഥാന വ്യാപകമായ അക്രമം തന്നെയാണ്. CPM-ൻ്റെ പാർട്ടി ഓഫീസുകൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടക്കുന്നു. റോഡുകളിൽ തീയിട്ട് കളിക്കുകയാണ്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് എഴുതിയിട്ടുള്ള ഷാളുകൾ കൊണ്ട് മുഖം മറച്ച് ഉത്തരേന്ത്യയിലെ ഹിന്ദു തീവ്രവാദം ഏതു തരത്തിലാണോ അവിടെ വേര് പിടിച്ചത് അതിൻ്റെ ചുവട് പിടിച്ചുള്ള, അതിനെ അനുകരിച്ചുകൊണ്ടുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഹർത്താൽ ദിനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല. കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുക, അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, ഇവിടെ ഹിന്ദുവേട്ട നടത്തുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ഹിന്ദുവേട്ട നടത്തുകയാണ് എന്ന് മനഃപൂർവ്വം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. ആ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ നടക്കാതെ പോകുന്നത് കൊണ്ടാണ്, പരാജയപ്പെടുന്നത് കൊണ്ടാണ്, തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ്, ഏറ്റവും ഒടുവിൽ സ്ത്രീ പ്രവേശനം സാധ്യമായതുകൊണ്ടാണ് ഇനിയുള്ള ദിനങ്ങൾ അക്രമത്തിൻ്റേതാകും എന്ന സൂചന BJP നേതാക്കൾ പരസ്യമായി തന്നെ നൽകുന്നതും. അത് ഒന്നും അറിയാത്ത അണികൾ, അവരെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ പറയുന്നു, ഒരു സുന്ദര സുരഭില BJP വാഴുന്ന കേരളം സ്വപ്നം കണ്ടുകൊണ്ട് ആ പാവപ്പെട്ട അണികൾ തെരുവിലിറങ്ങി വേണ്ടാ ദിനങ്ങൾക്ക് കുട പിടിക്കുന്നു. തിരിച്ചറിയുക, കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ പണ്ട് ഉത്തരേന്ത്യയിൽ കണ്ടതുപോലുള്ള ആ മുഖമല്ല ഉള്ളത്, മറ്റൊരു മുഖമുണ്ട്. അവർ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ജനാധിപത്യത്തിൽ കൂടി കേരളത്തിൽ നിങ്ങളുടെ ആ സുന്ദര സ്വപ്നം സാക്ഷാത്കരിക്കാം എന്നാണെങ്കിൽ അതിന് ഇതല്ല വഴി, ഇതല്ല മാർഗം.